രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു വനിതാ കമ്മീഷൻ. DGPയോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയെന്ന വാർത്തയാണ് നേരത്തെ പുറത്തുവന്നത്. റിനു ശ്രീധർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിനു, വനിതാ കമ്മീഷൻ മാത്രമല്ല ബാലാവകാശ കമ്മീഷൻ കൂടി വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. എറണാകുളം സ്വദേശി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് റിനു? രാഹുൽ മാങ്കൂട്ടൻ MLAക്ക് എതിരെ ഇപ്പോൾ വനിതാ കമ്മീഷൻ പുറമെ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ നൽകിയ വിവരമാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുകയാണ്. DGPയോട് 2 ആഴ്ചക്കകം അന്വേഷിച്ച റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. KV മനോജ് കുമാർ, ബാലാവകാശ കമ്മീഷൻ, അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ചെയർപേഴ്സൺ സർ, ഇപ്പോൾ പരാതി ലഭിച്ചു എറണാകുളം സ്വദേശി ഷിൻഡോയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? കമ്മീഷൻ ഓൾറെഡി കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ DGPയോട് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 2 വീക്സ്. ഈ ഒരു ഭ്രൂണത്തെ ഹത്യ ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റകരമാണ്. അപ്പോൾ അതിൽ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത് വനിതാ കമ്മീഷൻ. ഇപ്പോൾ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു. ഈ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഇനി? ഒരു ഇല്ലീഗൽ ടെർമിനേഷൻ ആണെങ്കിൽ തീർച്ചയായും അത് കുറ്റകൃത്യം തന്നെയാണ്. അതോടൊപ്പം അത് ഫോഴ്സ്ഫുള്ളും കൂടിയാണെങ്കിൽ BNS പ്രകാരം വളരെ വലിയ ഒരു കുറ്റമായിട്ട് തന്നെയാണ് കമ്മീഷൻ കാണുന്നത്. എങ്കിൽ പോലും ഇതിൻ്റെ ബാക്കി അന്വേഷണ രീതികളിൽ പോലീസ് സമർപ്പിക്കേണ്ടതായ കുറേ സംഗതികളുണ്ടല്ലോ, പോലീസ് അന്വേഷിച്ച് സമർപ്പിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പോലീസിലേക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ മൂന്നാമതൊരാളാണ് ഇതിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ അടക്കം ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭ്യമാവുകയോ അവരുടെ മൊഴി അടക്കം ഏതെങ്കിലും തരത്തിൽ കമ്മീഷൻ എടുക്കുകയോ അങ്ങനെ ഏതെങ്കിലും നടപടി ഉണ്ടാവും? അല്ല, കമ്മീഷൻ മുമ്പാകെ മൂന്നാമതൊരാൾക്ക് പരാതി സമർപ്പിക്കുന്നതിന് തടസ്സമില്ല. അതിൽ പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ബാക്കി തുടർ നടപടികൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇപ്പോൾ നിലവിൽ സ്വമേധയാ കേസെടുത്തിരിക്കുക? സ്വമേധയല്ല, കംപ്ലൈൻ്റ് ഉണ്ട്. കംപ്ലൈൻറ്റ് പ്രകാരം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. എറണാകുളം സ്വദേശി ഷിൻഡോ. അതെ, എറണാകുളം സ്വദേശിയായ ഷിൻഡോ സെബാസ്റ്റ്യൻ്റെ കേസ് പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞത് ഈ മൂന്നാമതൊരാൾ പരാതി നൽകിയത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി വന്നെങ്കിൽ മാത്രമേ ഒരു നടപടിയിലേക്ക് പോകൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല പറഞ്ഞത്. അത് മൂന്നാമതൊരാളാണ് നൽകിയത്. അതിൻ്റെ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. പരാതി പരിശോധിച്ചതിന് ശേഷം പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ട MLAക്ക് എതിരാണെങ്കിൽ കർശനമായ നടപടികളിലേക്ക് പോകും. തീർച്ചയായും കമ്മീഷൻ അതിൻ്റേതായ തുടർ നടപടികൾ എടുക്കും. തീർച്ചയായും പ്രശ്നം. എന്തായാലും നിലവിൽ DGPയോട് ഈ കമ്മീഷൻ ചെയർപേഴ്സൺ എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. മൂന്നാമതൊരാൾ നൽകിയ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഷിൻഡോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണ് ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം. യെസ്, വ്യക്തമാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കൂടി ഇപ്പോൾ വ്യക്തമാക്കിയത്. ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGPക്ക് നിർദ്ദേശം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് 2 ആഴ്ചക്കുള്ളിൽ നൽകണം എന്നത്. റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും അതിൽ എന്ത് തുടർ നടപടി വേണമെന്ന് കമ്മീഷൻ തീരുമാനിക്കുക. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.